കൊണ്ടോട്ടി ചുങ്കത്ത് മൊബൈൽ ആക്സസറീസ് സൂക്ഷിച്ചിരുന്ന കെട്ടിടത്തിന് തീപിടിച്ച് വൻ നാശനഷ്ടം. തീപിടിച്ച കെട്ടിടത്തിന്റെ 3-ാം നിലയിൽ കുടുങ്ങിയ ആളെ ജനൽക്കമ്പി മുറിച്ചു മാറ്റി അഗ്നിരക്ഷാസേന അതിസാഹസികമായി രക്ഷപ്പെടുത്തി. വെള്ളിയാഴ്ച രാത്രി 11 മണിയോടെയാണ് കൊണ്ടോട്ടി അരീക്കോട് റോഡിൽ ചുങ്കത്തുള്ള സർവീസ് മൊബൈൽ ആക്സസറീസ് പ്രവർത്തിക്കുന്ന 3 നില കെട്ടിടത്തിൽ തീ പടർന്നതായി നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. കൊണ്ടോട്ടി പുല്ലഞ്ചേരി സ്വദേശി പള്ളിയാളിൽ ജയ്സൽ ബാബുവിന്റെ ഉടമസ്ഥതയിലുള്ളതാണ് കെട്ടിടം. പറമ്പിൽ പീടിക സ്വദേശി റഹ്മത്തുള്ള ഉൾപ്പെടെ 6 പേർ ചേർന്നാണ് മൊബൈൽ ആക്സസറീസ് സ്ഥാപനം നടത്തുന്നത്. കെട്ടിടത്തിലെ മറ്റു നിലകളിലേക്ക് തീ പടർന്നതോടെ കെട്ടിടത്തിൽ 3-ാം നിലയിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന എടപ്പാൾ സ്വദേശി അബ്ദുൾ റഷീദ് പുറത്തിറങ്ങാനാവാതെ കെട്ടിടത്തിനുള്ളിൽ അകപ്പെട്ടു. കെട്ടിടത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരു വഴി മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ ഭാഗത്ത് തീ പടർന്നതോടെ ജനലഴികൾക്കിടയിലൂടെ രക്ഷയ്ക്കായി കൈനീട്ടി നിൽക്കുന്ന റഷീദിനെ നിസ്സഹായരായി നോക്കി നിൽക്കാനേ നാട്ടുകാർക്കായുള്ളൂ. മലപ്പുറത്ത് നിന്നും അഗ്നിരക്ഷാസേനയെത്തി ലാഡർ ഉപയോഗിച്ച് 3-ാമത്തെ നിലയിൽ കയറി ഹൈഡ്രോളിക് കട്ടർ ഉപയോഗിച്ച് ജനലഴി മുറിച്ചു മാറ്റി റഷീദിനെ രക്ഷപ്പെടുത്തി. പൊള്ളലേറ്റ റഷീദിനെ കൊണ്ടോട്ടിയിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മഞ്ചേരി, തിരുവാലി, മീഞ്ചന്ത, മാവൂർ നിലയങ്ങളിൽ നിന്നും സേന സഹായത്തിനെത്തിയിരുന്നു. കൂടാതെ കോഴിക്കോട് എയർപോർട്ടിൽ നിന്നും കരിപ്പൂർ ഹജ്ജ് ക്യാമ്പിൽ സ്റ്റാൻഡ് ബൈ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വാഹനവും രക്ഷാപ്രവർത്തനത്തിനെത്തി. മലപ്പുറം സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൽ സലീം, താനൂർ സ്റ്റേഷൻ ഓഫീസർ എം രാജേന്ദ്രനാഥ്, മലപ്പുറം അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ സഞ്ജയൻ DB എന്നിവരുടെ നേതൃത്വത്തിൽ 40ഓളം അഗ്നിരക്ഷാ സേനാംഗങ്ങളും സിവിൽ ഡിഫൻസ്, ആപദ മിത്ര അംഗങ്ങളും നാട്ടുകാരും 6 മണിക്കൂറോളം കഠിന പ്രയത്നം ചെയ്താണ് പുലർച്ചെ 5:30 മണിയോടെ തീ പൂർണ്ണമായും അണച്ചത്. ഈസ്റ്റ് ലൈവ്, കൊണ്ടോട്ടി.